കമ്മിറ്റി ഇപ്പോഴത്തെ കമ്മിറ്റി ഇതിൽ ആരൊക്കെയാണ് ആരോപിക്കുന്നത് ഞങ്ങൾക്കൊരു അറിവില്ല. ഞങ്ങൾക്ക് ഈ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളേ ഉള്ളൂ. ഒരു സംഭവം നടന്നാൽ കമ്മിറ്റി അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അല്ലാത്തവർക്കൊക്കെ ഒരു കത്തയച്ചുകൂടെ ഇവർക്ക്. അപ്പൊ ഞങ്ങളൊരു കൂട്ടായ്മ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയേരെ. അങ്ങനെ ഒരു ഇടപാടില്ല ഇവിടെ. ആർക്ക് ഞാനെന്തോ പരസ്യപ്പെട്ട നമുക്ക് പണമേ വേണ്ട. പിന്നെ എവിടെ പ്രതികരിച്ചാൽ എന്തുവാ? ഞാനിപ്പോ നായികയൊന്നും അല്ലല്ലോ. പേടിക്കേണ്ടവർ അവരൊക്കെയാണ്. നായിക, അമ്മ, അമ്മൂമ്മ, അമ്മായിയമ്മയായിട്ടൊക്കെ ഇപ്പോഴും അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളവരൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഈ വീട്ടിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് താമം ചോദിച്ചിരിക്കുന്ന പ്രായം. അങ്ങോട്ട് അത് അവര് ഹോട്ടടിക്കുന്നത് 3 ചോദ്യം ഒത്തിച്ച് ഏത് ഉത്തരം പറയണം? അയ്യോ ഇല്ല ഞാനില്ല പോലെ. അയ്യോ അതാണ് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെയാ ഇതുവഴിയാണോ കാരണം? അപ്പുറത്തൂടെ കാരണം അല്ലേ? അപ്പൊ അപ്പുറത്ത് പോവാം. കൂടുതൽ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയും നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ആളുകൾ ഇനിയും ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏത് സാഹചര്യത്തിലാണ് രാജിവെച്ചത്. എന്തായാലും ശ്വേതാമേനോൻ പറഞ്ഞത് താൻ പൂർണ്ണമായിട്ടും ഒരു ഭാഗത്തെ മാത്രം കേട്ടു, മറുഭാഗത്തെ കേട്ടില്ല. ഞങ്ങൾ ഒപ്പം തന്നെ അവർ, അതായത് കമ്മിറ്റിയും ഒപ്പം എതിരെ നിൽക്കുന്ന ആളുകളും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്.